തണ്ണിമത്തൻ വേനൽക്കാലത്ത് വിപണിയിൽ ലഭ്യമാവുന്ന പഴങ്ങളിൽ ഏറ്റവും പ്രചാരമേറിയതാണ് തണ്ണിമത്തൻ. കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ തണ്ണിമത്തൻ വ്യാപകമായി കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും മറ്റ് സ്ഥലങ്ങളിൽ ഇവ പരിമിതമായി കൃഷി ചെയ്യുന്നതായി കാണാറുണ്ട്. ബത്തക്ക, ചെങ്കുമ്മട്ടി, കുമ്മട്ടി എന്നീ പേരുകളിലും ഇതറിയപ്പെടുന്നു. വെള്ളരിവർഗ വിളയായ തണ്ണിമത്തന്റെ ജന്മദേശം ആഫ്രിക്കയാണ്. ഉഷ്ണമേഖല പ്രദേശങ്ങളിലെല്ലാം തന്നെ ഈ വിള വ്യാപകമായി കൃഷി ചെയ്തു വരുന്നു. വിളഞ്ഞ തണ്ണിമത്തന്റെ ഉള്ളിലുള്ള മാംസളമായ ഭാഗമാണ് ഭക്ഷണമായി ഉപയോഗിക്കുന്നത്. മറ്റ് വെള്ളരി വിളകളെ അപേക്ഷിച്ച് തണ്ണിമത്തനിൽ ഇരുമ്പിന്റെ അംശം കൂടുതലാണ്. വേനൽക്കാലത്ത് തണ്ണിമത്തൻ ജ്യൂസ് നല്ലൊരു ദാഹശമനി കൂടിയാണ്. അന്തരീക്ഷത്തിലെ ഈർപ്പവും മഴയും കുറഞ്ഞ രീതിയിലുള്ള വരണ്ട കാലാവസ്ഥയാണ് തണ്ണിമത്തന്റെ കൃഷിക്ക് അനുകൂല ഘടകങ്ങൾ. കേരളത്തിൽ ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള സമയമാണ് കൃഷിക്ക് അനുയോജ്യം. കായ്ക്കുന്ന സമയത്ത് കിട്ടുന്ന മഴ തണ്ണിമത്തന്റെ ഗുണവും മധുരവും കുറയ്ക്കാൻ ഇടയാക്കുന്ന ഘടകങ്ങളാണ്. തണ്ണിമത്തൻ കൃഷിരീതി: നന്നായി വിളഞ്ഞു പഴുത്ത കായ്കളിൽ നിന്നും നീക്കം ചെയ്യുന്ന വിത്തുകളാണ് നടീൽ വസ്തുവായി ഉപയോഗിക്കുന്നത്. സൂര്യപ്രകാശം നല്ലതുപോലെ ലഭിക്കുന്നതും തുറസായതുമായ സ്ഥലങ്ങളിലാണ് തണ്ണിമത്തൻ കൃഷിക്ക് അനുകൂലം. ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള കാലമാണ് തണ്ണിമത്തൻ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ സമയം. മേൽമണ്ണ്, ചാണകം, യൂറിയ, പൊട്ടാഷു, രാജ്ഫോക്സ് എന്നിവ അടിവളമായി ഉപയോഗിക്കും. കുഴികളിൽ 4-5 വിത്തുകൾ പാകിയാണ് കൃഷി തുടങ്ങുന്നത്. വിത്തുകൾ മുളച്ചു കഴിഞ്ഞാൽ ആരോഗ്യമുള്ള 3 വിത്ത് മാത്രം നിലനിർത്തി ബാക്കിയുള്ളവ പിഴുതു മാറ്റാവുന്നതാണ്. തുടർന്നു വള്ളി പിടിച്ചു തുടങ്ങുമ്പോഴും പൂവിടാൻ തുടങ്ങുമ്പോഴും 2 തുല്യ തവണകളായി യൂറിയ കൂടി ചേർക്കേണ്ടതാണ്. മഴയില്ലെങ്കിൽ 3-4 ദിവസം ഇടവിട്ട് നനയ്ക്കുക. പൂവിടാൻ തുടങ്ങുമ്പോൾ 2 ദിവസത്തിലൊരിക്കൽ നനയ്ക്കുക. കായ്കൾ മൂപ്പെത്തുമ്പോൾ നന നിയന്ത്രിക്കേണ്ടതാണ്. കുമിൾ രോഗത്തിന് സാധ്യതയുള്ള ഒരു സസ്യമാണ് തണ്ണിമത്തൻ. കൂടാതെ ചിലതരം വണ്ടുകൾ കായ്കളെ നശിപ്പിക്കാറുമുണ്ട്. ഇവയ്ക്കെതിരെ ജൈവിക രീതിയിലുള്ള കീടരോഗ നിയന്ത്രണമാണ് അഫിഗാൻ. രാസകീടനാശിനികളാണ് പ്രയോഗിക്കുന്നതെങ്കിൽ
കീടനാശിനി തളിച്ച് 10 ദിവസങ്ങൾക്ക് ശേഷം മാത്രം വിളവെടുക്കാവുന്നതാണ്.